കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർധന ഗൂഢാലോചന എന്ന ലീഗ്. കരിപ്പൂർ വഴിയുള്ള യാത്രക്കാരെ കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24നോട്. സംസ്ഥാന സർക്കാർ ഇക്കാര്യം അറിഞ്ഞ ഭാവം നടിക്കുന്നില്ലെന്നും സലാം കുറ്റപ്പെടുത്തി. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഹജ്ജിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന യാത്രക്കാരിൽ 75% കരിപ്പൂരാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് പരമാവധി ദ്രോഹിക്കുക, ഈ ഭാഗത്തുള്ള ഹജ്ജ് യാത്രികന്മാരുടെ എണ്ണം കുറയ്ക്കുക എന്നൊക്കെയുള്ള ഗൂഢാലോചന ഇതിൻ്റെ പിറകിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് അതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ആ വിവേചനം അവസാനിക്കണം, അവഗണന അവസാനിപ്പിക്കണം. കരിപ്പൂർ എയർപോർട്ടിനെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത്. പക്ഷേ ഗവൺമെൻറ് അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല. അവരെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രൂപത്തിലാണ് ഗവൺമെൻറ് ഇത് എടുക്കുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ സമീർ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർധന 24 പുറത്തുവിട്ടതാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രതികരണവുമായി രംഗത്ത് വന്നതാണ്. മുസ്ലിം ലീഗ് പറയുന്നത് കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ. അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഈ അവഗണനയും ഈ കൊള്ളയും തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24നോട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹജ്ജ് യാത്രക്കാരിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് കരിപ്പൂർ വഴി യാത്ര ചെയ്യാനാണ്. അത്തരം യാത്രക്കാരെയാണ് ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് എന്നും PMA സലാം പറയുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാകുമെന്നും PMA സലാം വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഈ ഹജ്ജ് യാത്രാ നിരക്ക് വർധന കണ്ട ഭാവം നടിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാരും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും ഒരു ഇടപെടലും വിഷയത്തിൽ നടക്കുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സംഭവം ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും സമര പരിപാടിയിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് PMA സലാം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണയും കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർധന ഉണ്ടായിരുന്നു. പിന്നീട് ശക്തമായ പ്രക്ഷോഭത്തിലൂടെയാണ് പകുതിയെങ്കിലും ആ നിരക്ക് കുറച്ചത് എന്നാണ് PMA സലാം വ്യക്തമാക്കുന്നത്. ഏതായാലും കരിപ്പൂർ വിമാനത്താവളത്തിലുള്ള ഹജ്ജ് യാത്രാ നിരക്ക് ഏതാണ്ട് 40,000 രൂപയോളമാണ് കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങൾ അപേക്ഷിച്ച് കരിപ്പൂർ വഴി പോകുന്ന ഒരു യാത്രക്കാരൻ നൽകേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എസ്കേൻ.